ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈലിന് ആവശ്യമായ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമ്മൾ പല സോഴ്സിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ നിങ്ങളുടെ തന്നെ സ്വന്തം ഒരു ആപ്ലിക്കേഷൻ നിർമ്മിച്ച് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുക എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഐക്കണുകളൊക്കെ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു ലിങ്ക്, നിങ്ങൾക്ക് വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് ഞാൻ ഇവിടെ തരുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് ഞാൻ തരുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും ഒരു ഓപ്ഷനായിരിക്കും, നിങ്ങൾക്ക് ഒരു പേജിലായിരിക്കും നിങ്ങൾ എത്തുക. ഇതിപ്പോൾ കമ്പ്യൂട്ടറിലായതുകൊണ്ട് വലിയ സ്ക്രീനിൽ കാണുന്നു എന്ന് മാത്രം. ഇവിടെ നിങ്ങൾക്ക് മൊബൈലായാലും കമ്പ്യൂട്ടറിലായാലും ക്രിയേറ്റ് നൗ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് എന്ത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിന്റെ ഒരു കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ വെബ്, ബിസിനസ്, മീഡിയ, ഗെയിം എന്നുള്ള കാറ്റഗറികൾ നിങ്ങൾക്ക് കാണാം. അതിൽ അവസാനമായിട്ട് ഓൾ എന്നുള്ള ഭാഗം കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷനാണ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഹെൽപ്പ് മീ ചൂസ്, വെബ്സൈറ്റ്, പ്രൊമോട്ട്, മെസ്സഞ്ചർ, ബ്രൗസർ, മെമ്മോ മേക്കർ, ന്യൂസ്, മൊബൈൽ ടിവി, ലൈവ് വാൾപേപ്പർ, യൂട്യൂബ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോ മോർ എന്നുള്ള ഭാഗം കൊടുത്ത് വീണ്ടും കാണാം. നിങ്ങൾക്ക് താഴേക്ക് നോക്കുന്നതനുസരിച്ച് ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ അധികം എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏകദേശം ഒരു ആപ്ലിക്കേഷൻ ഇപ്പം നമുക്ക് ചെറിയ രീതിയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. ഇപ്പം മെസ്സഞ്ചർ എന്നുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മെസ്സഞ്ചർ എന്നുള്ള ആപ്ലിക്കേഷൻ വരുന്നത് നമുക്കറിയാവുന്ന തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ടെലിഗ്രാം എന്നുള്ള ആപ്ലിക്കേഷന്റെ ഒരു ഏകദേശ ബേസിലാണ് നമുക്ക് മെസ്സഞ്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അത് നിങ്ങൾക്ക് സ്വയം വളരെ വലിയ പണികളൊന്നുമില്ലാതെ നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ മറ്റൊരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു പേജ്, എന്റെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രൗസർ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബ്രൗസറുകളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനലാണ്. ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനലിന്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പം ഞാൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ യൂട്യൂബ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അല്പം താഴേക്ക് വരിക. ഇപ്പോൾ ഇവിടെയായിട്ട് തീം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കളറിന്റെ തീംസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ. ഒപ്പം തന്നെ നിങ്ങൾക്ക് മുകളിൽ URL സെർച്ച് ഐറ്റംസ്, നിങ്ങൾക്ക് ഫസ്റ്റ് പേജിൽ തന്നെ വരേണ്ട URL ഏതാണ് അത് ഇവിടെ എന്റർ ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ എന്റെ യൂട്യൂബ് പേജിന്റെ ലിങ്ക് ഞാൻ നോക്കുകയാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലാണെങ്കിൽ ഇതാണ് എന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക്. നമുക്ക് സാധാരണ എല്ലാ യൂട്യൂബ് ചാനലിലും ഒരു ലിങ്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ അവിടെ നിന്നെടുത്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള തീംസുകൾ ഇവിടെ ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക്, ലൈറ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഡാർക്ക് കൊടുത്ത് നമ്മളത് കൊടുത്ത സമയത്ത് ഒരു ഏകദേശം ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ രീതിയിലാണ് വരിക എന്നുള്ളതിന്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കി ഈ രീതിയിലാണ് നമുക്ക് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ആപ്പ് നെയിമാണ്, നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷന്റെ നെയിമാണ്. ഞാൻ ഇപ്പോൾ അഷ്കർ ഉളിക്കൽ എന്ന് തന്നെ എന്റെ ആപ്ലിക്കേഷൻ നെയിം കൊടുക്കാൻ നോക്കുകയാണ്. നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഹാസ് ബീൻ ടേക്കഡ് എന്ന് കാണാം. ഇപ്പൊ ഞാൻ മാറ്റിയിട്ട് അവൈലബിൾ അഷ്കർ UK എന്ന് കൊടുത്തപ്പോൾ അത് അവൈലബിൾ ആണ്. ഒന്നും എറർ ഒന്നും നമ്മൾക്കിവിടെ വന്നിട്ടില്ല. അടുത്തായിട്ട് നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഡിഫോൾട്ട് ഐക്കൺ എന്നും കസ്റ്റം ഐക്കൺ എന്നുള്ള രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. അതായത് നിങ്ങളുടെ ആപ്ഷന് നിങ്ങളുടെ തന്നെ ഒരു കസ്റ്റം ഐക്കൺ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ ഐക്കൺ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കസ്റ്റം ഐക്കൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. 512x512 സൈസിലുള്ള ഒരു ഇമേജ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ രീതിയിലുള്ള ഒരു ഇമേജ് എന്റെ ഇതിനകത്തില്ല എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ചൂസ് ഫയൽ എന്നുള്ള ഭാഗം കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ മൊബൈലിൽ നിന്നുള്ള ഒരു ഫയൽ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എന്തായാലും എന്റെ എല്ലാം വലിയ ഫയലുകളാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിലും അതൊക്കെ വലിയ ഫയലുകളാണ്, അതുകൊണ്ട് ചൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് തൽക്കാലം ഞാൻ കസ്റ്റം ഡിഫോൾട്ട് ഐക്കൺ തന്നെ കൊടുക്കുകയാണ്. അടുത്തായിട്ട് നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ക്രിയേറ്റ് അപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആ സൈസിലുള്ള ഫയൽ ചിത്രം കൊടുത്ത് നിങ്ങൾക്ക് ഐക്കൺ സെറ്റ് ചെയ്യാം. ശേഷം ക്രിയേറ്റ് അപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് ഇവിടെയായിട്ട് ഒരു ഇമെയിൽ ID കൊടുത്തിട്ട് ഒരു സൈൻ അപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇമെയിൽ ID ഇവിടെ കൊടുക്കും.
ഞാനിപ്പോൾ ഒരു ഇമെയിൽ അവിടെ കൊടുക്കുകയാണ്. പക്ഷെ നമ്മുടെ പാസ്വേഡ് ഏതാണോ അത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പാസ്വേഡ് ഇവിടെ ചൂസ് ചെയ്യുക. അതേ പാസ്വേഡ് തന്നെ താഴെ എൻ്റർ ചെയ്യുക. ശേഷം താഴെയായിട്ടുള്ള ഐ അഗ്രി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം നമ്മളത് സൈൻ അപ്പ് ചെയ്ത സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വന്നായിട്ട് കാണാൻ സാധിക്കും. ഡൗൺലോഡ് യുവർ അപ്പ് എന്നുള്ള ഒരു ഭാഗം. അതിൽ ഡൗൺലോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇതുപോലെ ഒരു ഓപ്ഷൻ വന്നു. നിങ്ങൾക്ക് 8% 9% വന്നിട്ട് കംപ്ലീറ്റ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ബിൽഡിംഗ് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 100% പൂർത്തിയാവുന്നതാണ്. ഇപ്പൊ നമുക്ക് 100% പൂർത്തിയായി കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ളൊരു ഭാഗം കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് ഡൗൺലോഡിംഗ് ഇവിടെ നടക്കുകയാണ്. നമുക്ക് ഡൗൺലോഡിംഗ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് മൊബൈലിൽ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കാം. ഇനി നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഇതിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അഷ്കർ UK എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഞാനത് ഇൻസ്റ്റാളിംഗ് ഓപ്ഷൻ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ അത് ഇൻസ്റ്റാൾ എന്ന് കാണുന്നുണ്ട്. ഓപ്പൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ യൂട്യൂബാണ്. എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തത്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എൻ്റെ യൂട്യൂബിലുള്ള വീഡിയോകൾ ഇപ്പോൾ ഇതുപോലെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് പ്ലേ ചെയ്യണമെങ്കിൽ പ്ലേ ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നമ്മൾ സാധാരണ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് പ്ലേ ചെയ്ത് കാണാനൊക്കെ ഇതിനകത്ത് സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റണമെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് നമുക്ക് മാറ്റാനുള്ള സൗകര്യം ഇതിനകത്ത് ലഭ്യമാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ഇതിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ആപ്ലിക്കേഷൻ യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ എങ്ങനെയാണോ കാണാൻ സാധിക്കുക അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കുമെന്നർത്ഥം. തീർച്ചയായും നിങ്ങൾക്ക് ഒരു രസത്തിന് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് ലഭ്യമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിവുകൾ പകർത്തുക. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.